ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ കുംഭക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കുംഭക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയും പൂരോരട്ടാദിയും കൂടി ചേരുന്ന കുംഭക്കൂറുകാർക്ക് കുംഭക്കൂറിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു, രണ്ടാം ഭാവത്തിൽ ശനി, അഞ്ചാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും, ആറാം ഭാവത്തിൽ സൂര്യനും ബുധനും, ഏഴിൽ കേതുവും, എട്ടിൽ ചൊവ്വയും ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മത്തിലുള്ള രാഹു, അതായത് കുംഭക്കൂറിൽ രാഹു നല്ലതല്ല, രണ്ടിൽ ശനിയും നല്ലതല്ല, അഞ്ചിൽ വ്യാഴവും ശുക്രനും വളരെ അനുകൂലപരമാണ്. അതുപോലെ സൂര്യനും ബുധനും ആറിൽ അനുകൂലപരമാണ്. ഏഴിൽ കേതു അനുകൂലമല്ല, എട്ടിൽ ചൊവ്വ അനുകൂലമല്ല. എന്നിരുന്നാലും സൂര്യചാരവശാലും ശുക്രവശാലും വ്യാഴത്തിൻ്റെ അവസ്ഥയെല്ലാം കൂടി നോക്കുമ്പോൾ ഇവർക്ക് ഈ മാസം വളരെ അനുകൂലപരമായിട്ടുള്ളൊരു മാസം തന്നെയാണ് എന്ന് സുരക്ഷിതപരമായിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത് എങ്ങനെയുള്ള ഫലങ്ങളായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് എന്ന് വിശദീകരിച്ച് പറയാം. അതായത് തൊഴിൽ മുന്നേറ്റമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. തൊഴിൽ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മുന്നേറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, കച്ചവടങ്ങളായിക്കോട്ടെ, ചെയ്യുന്ന തൊഴിലുകളാട്ടെ, അന്നന്ന് ചെയ്യുന്ന തൊഴിലുകളാട്ടെ, എല്ലാം ഇതിൽ പെടും എന്നാണ് പറയാം. അതുകൂടാതെ ഗവൺമെൻറ് തലത്തിൽ ജോലി എടുക്കുന്നവർക്ക് പ്രത്യേകപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ ഉദ്യോഗ കയറ്റം കിട്ടുവാനുള്ള സാധ്യത, ഉദ്യോഗ സംബന്ധമായിട്ട് സ്ഥലമാറ്റം, ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടുവാനുള്ള സാധ്യതകൾ, പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതകൾ, മേൽ അധികാരികളോട് സ്നേഹവാത്സ്യത്തോടു കൂടിയിട്ടുള്ള നടപ്പിലാക്കിയതിനുള്ള അഭിനന്ദനങ്ങൾ, മന്ത്രിമാരിൽ നിന്നും MLA-മാരിൽ നിന്നും MP-മാരിൽ നിന്നും പ്രോത്സാഹനപരമായിട്ടുള്ള വാക്കുകളും ഓരോരോ ചുമതലകൾ ഏൽപ്പിക്കുന്നതിലും അവർ നല്ലപോലെ ചിന്തിച്ച് കൈകാര്യം ചെയ്യും എന്നതിലും സംശയമില്ലാത്ത കാര്യമാണ്. വിവാഹം അന്വേഷിച്ച് പോകാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. കർക്കിടക മാസം ആണ് ഇത് വരുന്നത്. അത് പോയിട്ട് ചിങ്ങമാസമായിട്ട് മാറും എന്ന് തന്നെ പറയാം. ആഗസ്റ്റ് മാസം ചിങ്ങമാസത്തിൽ കുറച്ച് വരും എന്നുള്ളത് പറയാം. അതിൽ ചിങ്ങമാസത്തിലൊക്കെ പെണ്ണന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ അത് ഉചിതപരമായിട്ടിരിക്കും എന്ന് തന്നെ പറയാം. വാഹനപരമായിട്ടുള്ള പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഴയ വാഹനങ്ങൾ വാങ്ങി പുതിയത് എടുക്കാനുള്ളവർക്കും, അതല്ലെങ്കിൽ പഴയ വാഹനം തന്നെ വെച്ചിട്ട് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ളവർക്കും ഉചിതപരമായിട്ടുള്ള സമയമാണ്. ഭൂമി സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും മണ്ണ് സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും, മണ്ണ് എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള സാധനം തന്നെ മണ്ണ് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കാം, മണ്ണ് കൊണ്ട് ഭവനം നിർമ്മിക്കാം, മണ്ണ് കൊണ്ട് പലവിധ കാര്യങ്ങളും, ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഇടപാടുകളും മണ്ണിൽ പണിയെടുക്കുന്നവർ, അത് കൃഷിക്കാരാവാം, മണ്ണിൽ തന്നെയാണ് പണിയെടുക്കുന്നവർ, വീട് കെട്ടുന്നവർ മണ്ണിലാണ് പണിയെടുക്കുന്നത്, ഇഷ്ടിക അതുപോലെ മണ്ണാണ്. അപ്പം അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം, പൊതുവെ ഭൂമി സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അത്ര ഗുണകരമല്ല എന്നാണ് പറയുന്നത്. കാരണം ഭൂമി കാരകനായിട്ടുള്ള ചൊവ്വ 8ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തമമല്ല എന്നാണ് പറയാം. അതുപോലെ തന്നെയാണ് സഹോദര ബന്ധങ്ങൾ, കൂട്ടുകാരായിട്ടുള്ള ബന്ധങ്ങൾ വളരെ വഷളാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും പറയാം. അതുപോലെ നിയമസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നീണ്ടുപോകാനുള്ള സാധ്യതയും ഈ മാസത്തിലുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതേസമയത്ത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ഉചിതപരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ബുദ്ധിപരമായിട്ടുള്ള നല്ല നീക്കങ്ങൾ കൊണ്ട് നല്ല നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിന് നല്ല പോലെയുണ്ട്. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞവർക്ക് സന്താനമില്ലായ്മ ഉണ്ടെങ്കിൽ ആ സന്താനം വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വിശേഷപ്പെട്ട നല്ല ദിവസങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളെല്ലാം തീർക്കാനുണ്ടെങ്കിൽ അത് തീർക്കാവുന്നതാണ്. ഭവന സംബന്ധമായിട്ടും അതുപോലെ അറ്റകുറ്റപ്പണികൾ വല്ലതുണ്ടെങ്കിൽ അത് തീർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ഭവനത്തിനും മറ്റുള്ളതിനും ആക്കം കുറിക്കുവാനും അതിനെപ്പറ്റി ചിന്തിക്കുവാനും ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ മറ്റുള്ള കാര്യങ്ങളും, എങ്ങനെ ഒരു ഭവനം സൃഷ്ടിക്കാം, എങ്ങനെ ഒരു ഭവനം പണിയാം, ആധുനിക സംബന്ധമായിട്ടുള്ളതും അതുപോലെ ആഡംബര സംബന്ധമായിട്ടുള്ള ഭവനങ്ങൾ എങ്ങനെ നിർമ്മിക്കാം,
അവരവരുടെ ഇഷ്ടപ്രകാരം എങ്ങനെ എഞ്ചിനീയർമാരെ പോയി കാണാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർ, അതായത് ഭൂമി സംബന്ധമായിട്ട്, ഇലക്ട്രിക് സംബന്ധമായിട്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ട്, അതായത് ഭവന നിർമ്മാണം, അപ്പാർട്ട്മെൻറ്റ്, വില്ലകൾ, അതുപോലെ സ്ഥലം വാങ്ങിച്ച് വലിയായിട്ട് പ്ലോട്ടായിട്ട് വിൽക്കുന്നവർ, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് എന്നാണ് പറയുന്നത്. അത് കൂടാതെ ബുധനും വ്യാഴം കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുന്നതിന് കാരണം നിപുണ യോഗത്തോടുകൂടി പലവിധ സമ്പത്തും വന്ന് കൈവരിച്ച് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിപുണ യോഗം സംഭവിക്കുന്നതോടുകൂടി നല്ലൊരു യോഗമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബുദ്ധിപരമായിട്ടുള്ളതും ബുദ്ധി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ, പ്രവർത്തനങ്ങളുടെ അക്കൗണ്ട് സെക്ഷനിലൂടെ, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത. അത് പറഞ്ഞാൽ ഓഹരി മാർക്കറ്റുകൾ, ഷെയർ മാർക്കറ്റുകൾ എന്നിവയിൽ നിന്നും ധനം വന്ന് കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭാഗ്യവശാൽ വന്ന് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ദൈവാനുഗ്രഹം പൊതുവെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ദൈവാനുഗ്രഹം ഭാഗ്യം ഉള്ളത് കാരണം കൊണ്ട് നല്ലതാണ്. ഭാഗ്യസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ 5ാം ഭാവത്തിലും ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് ഭാഗ്യവർദ്ധന ഉണ്ടാവും. ഭാഗ്യക്കുറി എന്നെ പേര് വരുന്നത്, ലോട്ടറി കഴിഞ്ഞാൽ ഭാഗ്യക്കുറി എന്ന് വരുന്നത്. അപ്പോൾ ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി കച്ചവടങ്ങൾ ചെയ്യുന്നവർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഡീലർമാരായിട്ടുണ്ട്, സബ് ഡീലർമാരായിട്ടുണ്ട്, വിൽപ്പനക്കാരായിട്ടുണ്ട്, കടകൾ വെച്ച് വിൽപ്പനക്കാരുണ്ട്, നടന്ന് വിൽക്കുന്നവരുണ്ട്. അവർക്കെല്ലാം പ്രോത്സാഹപരമായിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഇത്. കർക്കിടക മാസമാണെങ്കിലും ഇതിനും കർക്കിടകം പെടും. എന്നാൽ കർക്കിടക മാസത്തിലാണ് കൂടുതലും ഇത്. ചിങ്ങത്തിലും പെടും. കർക്കിടകത്തിലായിരിക്കും കൂടുതലും പെടുന്നത്. പകുതി വിടുകൊണ്ട് ഉണ്ടായാലും. അപ്പോൾ അതൊക്കെ വളരെ ഉചിതപരമായിട്ടുള്ള കാര്യം. ചിങ്ങമാസം നിങ്ങൾക്ക് എന്തായാലും പുതിയ വാഹനങ്ങൾ എല്ലാം എടുക്കുവാനും, അതായത് ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഏകദേശം അവസാന കാലത്ത് പുതിയ വാഹനങ്ങൾ തിരഞ്ഞെടുക്കാം. പുതിയ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കാം. പുതിയ വാഷിംഗ് മെഷീനോ അതുപോലെ തന്നെ ഗൃഹോപകരണ സാധനങ്ങളോ എല്ലാം വാങ്ങിക്കൂട്ടാം. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള യാത്രയ്ക്ക് ദ്രുതഗതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കെല്ലാം സ്ഥാപനമാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകപരമായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് വൻ വിജയകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സംവിധാനമാവട്ടെ, തിരക്കഥയാകട്ടെ, പ്രൊഡ്യൂസർമാരായിക്കോട്ടെ, ടെക്നീഷ്യൻ വർക്കായിക്കോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ ശുക്രൻ ഇവിടെ വളരെ നല്ല സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് ശുക്രൻ സിനിമാ കാരകനും കൂടിയാണ്. അതുപോലെ തന്നെ ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കാരകം കൂടിയായ വ്യാഴമാണ്. ആ വ്യാഴം ദൈവാനുഗ്രഹത്തെ സൂക്ഷിക്കുന്നു, കുടുംബത്തെ ഐശ്വര്യപ്രദമായി സൂക്ഷിക്കുന്നു, കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും നിലനിൽക്കുവാൻ കഴിയും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നു. ഭാര്യയും ഭർത്താവും സന്താനങ്ങളും ഐക്യതയിൽ പോകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രതിദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം വളരെ ഗുണപരമായിട്ട് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. വസ്ത്രലാഭം ധാരാളം കിട്ടും. ഒന്നാമത് പക്ഷേ പെട്ടെന്ന് പറയുമ്പോൾ വസ്ത്രം എന്ന് പറയുമ്പോൾ ഓണം അടുക്കാറായി. അപ്പോൾ ഓണത്തിന് എന്തായാലും വസ്ത്രം പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വസ്ത്രലാഭം, ഒന്നിലധികം വസ്ത്രലാഭം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആഭരണം കിട്ടുവാനും സാധ്യത കാണുന്നുണ്ട്. ധനശേഖരണങ്ങളും കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രത്നസംബന്ധമായിട്ടുള്ള രത്നം, വൈരം അങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റോണുകൾ വാങ്ങിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ അവരവരുടെ ഇഷ്ടാനുസരണത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും സഫലീകരിക്കുന്ന ഒരു സമയമായിട്ടാണ് കുംഭക്കൂറുകാർ കാണുന്നത്. നമസ്കാരം.